Hi students, CBSE Class 10 IT Information Technology നമുക്കറിയാം സബ്ജക്ട് കോഡ് വന്നിട്ട് 402 ആണ്. സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ തിയറി മാർക്സ് 50 മാർക്സോളം എഴുതിയെടുത്താൽ മതി. ബാക്കി 50 മാർക്സ് വരുന്നത് പ്രാക്ടിക്കൽ, പ്രോജക്റ്റ് പ്ലസ് പോർട്ട്ഫോളിയോ, അങ്ങനെ 50 മാർക്സ് വരുന്നത്. അതിലും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, ഞാനത് വഴിയേ പറയാം. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇൻഫർമേഷൻ ടെക്നോളജീനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പാർട്ട് എ എന്നും പാർട്ട് ബി എന്നും തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഇതേ ഒരു ഫോർമാറ്റ് തന്നെയാണ് പഠിച്ചു വന്നത്. അതേമാതിരി തന്നെയാണ് ഇവിടെ 10th സ്റ്റാൻഡേർഡിലുള്ളത്. പാർട്ട് എ എന്ന് പറയുന്നത് എംപ്ലോയബിലിറ്റി സ്കിൽസ് ആണ്. വെറും 10 മാർക്കിന് മാത്രമേ ആ ഒരു പോർഷനിൽ നിന്ന് തിയറി ചോദിക്കുന്നുള്ളൂ. ഞാനിപ്പോൾ പറയുന്നത് തിയറിയുടെ കാര്യമാണ് കേട്ടോ. തിയറിക്ക് ടോട്ടൽ 50 മാർക്സ് ആണെങ്കിൽ അതിൽ ഒരു 10 മാർക്സ് വരുന്നത് ഏതാണ്? എംപ്ലോയബിലിറ്റി സ്കിൽസ് ആണ് വരുന്നത്. ബാക്കി സബ്ജക്ട് സ്പെസിഫിക് സ്കിൽസ് വരുന്നത് 40 മാർക്സോളം വരുന്നുണ്ട്, അതായത് പാർട്ട് ബി. അപ്പോൾ എനിക്ക് ടീച്ചേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ കൂടുതലും പാർട്ട് ബി ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുക. അല്ലെങ്കിൽ പോർഷൻ കുറച്ച് എന്താ പറയുക, തീരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം പാർട്ട് എ എന്ന് പറയുന്നതും വാസ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. പാർട്ട് ബിയും അതിനെക്കാട്ടും വാസ്റ്റ് ആയിട്ടുള്ള പോർഷനാണ്. അതായത് പ്രാക്ടിക്കലും കൂടെ കൊടുത്തു പോകണം എന്നുള്ളത് കൊണ്ട് പാർട്ട് ബിക്ക് നമുക്ക് ടൈം കുറച്ച് കൂടുതൽ എടുക്കും. നമുക്ക് ബി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കുന്നതിൽ നമുക്ക് പ്രാക്ടിക്കൽ കുട്ടികൾ നല്ലൊരു നോളജ് ഉണ്ടാവും കുട്ടികൾക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നീട് വരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജീനെ നമ്മളിപ്പോൾ പറഞ്ഞു 2 ഡിവിഷനായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓരോ ഡിവിഷനെയും നമ്മൾ വീണ്ടും യൂണിറ്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ യൂണിറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സെക്കൻഡ് വൺ സെൽഫ് മാനേജ്മെന്റ് സ്കിൽസ്, പാർട്ട് 2 ആണ് വരുന്നത്. എല്ലാം കേട്ടോ, എല്ലാം പാർട്ട് 2 ആണ്. കാരണം പാർട്ട് 1 നമ്മൾ 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്നുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാർട്ട് എയിലെ എംപ്ലോയബിലിറ്റി സ്കിൽസിലെ ഓരോ യൂണിറ്റ് എന്ന് പറയുന്നത്. 3rd യൂണിറ്റ് ICT വരുന്നുണ്ട്, പിന്നെ 4th ഓൺട്രപ്രണറിയൽ സ്കിൽസ് വരുന്നുണ്ട്, 5th ഗ്രീൻ സ്കിൽസ് വരുന്നുണ്ട്. തിരിച്ച് പാർട്ട് ബിയിലോട്ട് നോക്കിയാൽ അറിയാം, ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ, ദാറ്റ് ഇസ് ലിബ്രി റൈറ്റർ വരും. സെക്കൻഡ് യൂണിറ്റ് വന്നിട്ട് ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ്, അതായത് കാൽക്ക് വരും. ദെൻ 3rd യൂണിറ്റ് ഡേറ്റാബേസ്, ദാറ്റ് ഈസ് ലിബ്രി ബേസ് വരും. ഓക്കെ, അത് 3 അതായത് യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3. പാർട്ട് ബിയിലെ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 ഇത് 3 നമ്മുടെ പ്രാക്ടിക്കലിന് ആവശ്യമായിട്ട് വരുന്നത്. ആ പ്രാക്ടിക്കലിൻ്റെ റെക്കോർഡിൽ നിങ്ങൾ ആദ്യത്തെ യൂണിറ്റ് 1ൻ്റെ 5 പ്രോഗ്രാം കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ യൂണിറ്റ് 2ൽ 5 പ്രോഗ്രാം മിനിമം. ഓക്കെ, മാക്സിമം എത്ര വേണമെങ്കിലും ടീച്ചേഴ്സിനെ ഡിസൈഡ് ചെയ്യാം. യൂണിറ്റ് 3 ഉള്ളത് നമുക്ക് വന്നിട്ട് ബേസിൽ ഒരു 5 പ്രോഗ്രാമോളം നമുക്ക് റെക്കോർഡിൽ നമുക്ക് എഴുതാൻ പറയാൻ പറ്റും കുട്ടികൾക്ക് കേട്ടോ. നെക്സ്റ്റ് വരുന്ന ഒരു 4th യൂണിറ്റ് എന്ന് പറയുന്നത്, അതായത് മെയിൻറ്റെയിൻ ഹെൽത്തി, സേഫ് ആൻഡ് സെക്യൂർ വർക്കിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പറയുവാണെങ്കിൽ അത് ഒരു തിയറി ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള CBSEയുടെ സൈറ്റിൽ നിന്നിട്ട് കിട്ടിയ ഒരു എന്താ പറയുക സിലബസ് ആണ്. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്പർ ഓഫ് അവേഴ്സ് ഫോർ പ്രാക്ടിക്കൽ ആൻഡ് തിയറി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സിമം മാർക്സ് എത്ര മാർക്കിന് എക്സാമിന് ചോദിക്കാം എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞതുപോലെ പാർട്ട് എ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 10 മാർക്സ് കിട്ടും. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് യൂണിറ്റ് 1ൽ നിന്നിട്ട് 2 മാർക്സും, യൂണിറ്റ് 2ൽ നിന്നിട്ട് 3 മാർക്സ്, യൂണിറ്റ് 3ൽ നിന്നിട്ട് 1 മാർക്ക്, 4 വന്നിട്ട് 3 മാർക്സ്, യൂണിറ്റ് 5 ഗ്രീൻ സ്കിൽസിൽ നിന്നിട്ട് 1 മാർക്കേ വരുന്നുള്ളൂ. അപ്പോൾ പക്ഷേ ആ 1 മാർക്ക് പോലും അല്ലേ നമുക്ക് വാല്യൂബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു എൻ്റെ പോർഷൻ നല്ല രീതിയിൽ പഠിച്ചാലേ പറ്റുള്ളൂ. പക്ഷേ പഠിച്ചാൽ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് പാർട്ട് ബിയിൽ വന്നിട്ട് സബ്ജക്ട് സ്പെസിഫിക് സ്കിൽസ് ആണ് വരുന്നത്. അതിലും ഈ പറയുന്നത് പോലെ നമ്പർ ഓഫ് അവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ, അതായത് ലിബ്രി റൈറ്റർ വന്നിട്ട് 8 മാർക്സോളം ചോദിക്കാം പരീക്ഷയ്ക്ക്. പിന്നീട് ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് കാൽക്കിൽ നിന്നിട്ട് 10 മാർക്സോളം, ബേസിൽ നിന്നിട്ട് 12 മാർക്സോളം. പിന്നീട് ലാസ്റ്റത്തെ ആ ഒരു യൂണിറ്റ് 4 തിയറി മെയിൻറ്റെയിൻ ഹെൽത്തി, സേഫ് ആൻഡ് സെക്യൂർ വർക്കിംഗ് എൻവയോൺമെന്റ്, അതിൽ നിന്നിട്ട് 10 മാർക്സോളം ചോദിക്കാം. ഓക്കെ, എല്ലാം കൂടി നമുക്ക് അങ്ങനെ 40 മാർക്സ്. അപ്പോൾ ഈ 40 മാർക്സ് പാർട്ട് ബിയിൽ നിന്നിട്ട് തിയറിയും കിട്ടും. ഈ 50 മാർക്സോളം നമുക്ക് പ്രാക്ടിക്കലും കിട്ടുമ്പോൾ തന്നെ ഏകദേശം ഒരു കുട്ടിക്ക് 90 മാർക്സ് ആയി കഴിഞ്ഞു. പാർട്ട് എയിൽ നിന്നിട്ട് 10 മാർക്സ് കിട്ടുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ പ്രാക്ടിക്കൽ ബോക്സിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയാം. പ്രാക്ടിക്കൽ എക്സാമിനേഷനിൽ 5 മാർക്സോളം വരുന്നത് ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ ആണ്. അതായത് റൈറ്ററിൽ നിന്നിട്ട് 5 മാർക്സും, ലിബ്രി കാൽക്കിൽ നിന്നിട്ട് 5 മാർക്സും, ബേസിൽ നിന്നിട്ട് 10 മാർക്സോളവും, പിന്നീട് വൈവയിൽ നിന്നിട്ട് ഒരു 10 മാർക്കും കൂടെ ടോട്ടൽ അങ്ങനെ ചേർത്തിട്ടാണ് നമുക്ക് എത്ര വരുന്നത് 30 മാർക്സോളം വരുന്നത്. പിന്നീട് ബാക്കി 20 മാർക്സ് അപ്പോൾ എങ്ങനെയാണ് ടീച്ചേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രോജക്ട് വർക്ക്സും അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ കുട്ടികൾ ചെയ്തിട്ടുള്ള അസൈൻമെന്റ്സ് ആവട്ടെ, എന്ത് വർക്കുകളാവട്ടെ അതെല്ലാം കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇന്റേണൽസ് നമുക്ക് മാർക്സ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോജക്ട് വർക്ക്സിന്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏതൊരു ടോപ്പിക് വേണമെങ്കിലും പ്രോജക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അതിൽ നിന്നിട്ട് കുട്ടികൾ ഡേറ്റ കളക്ട് ചെയ്യട്ടെ. ആ ഡേറ്റ നമുക്ക് ഡേറ്റാബേസിലോട്ട് സേവ് ചെയ്യുന്ന രീതിയിൽ, സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ കുട്ടികൾക്ക് ചെയ്യാവുന്നതാണ്. അതിന് തന്നെ കുട്ടികൾ ഡോക്യുമെന്റേഷൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് മാർക്ക് ഇടാവുന്നതുമാണ്. ഓക്കെ, പിന്നീട് പ്രാക്ടിക്കൽ ഫയൽ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ആണ്. അപ്പോൾ അതുതന്നെ പ്രാക്ടിക്കൽ ഫയലാണ് മിക്ക സ്കൂളുകളും സെലക്ട് ചെയ്യുന്നത്. ചില സ്കൂളുകൾ പ്രോജക്ട്സ്, പോർട്ട്ഫോളിയോ, പ്രാക്ടിക്കൽ എല്ലാം കുട്ടികളെ കൊണ്ട് ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നതും നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, അതായത് ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടികൾ ചെയ്യേണ്ടുന്ന കുറച്ച് വർക്ക്സ് ആണ്. പ്രോജക്ട്സ് ആവട്ടെ, പോർട്ട്ഫോളിയോ ആവട്ടെ, പ്രാക്ടിക്കൽസും ഒക്കെ. അപ്പോൾ പ്രാക്ടിക്കൽ ആണെങ്കിലും മിനിമം 5 പ്രോഗ്രാം ഓരോ യൂണിറ്റിൽ നിന്നിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അതായത് പാർട്ട് ബിയിലെ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 ലിബ്രി റൈറ്റർ, കാൽക്ക്, ബേസ് ഇതിൽ നിന്നിട്ട് 5 പ്രോഗ്രാംസ് വെച്ചിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ഫയലിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ടോട്ടൽ സിലബസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി ഓരോ പാർട്ടിൽ നിന്നിട്ട് ഓരോ യൂണിറ്റായിട്ട് തിരിച്ചിട്ടില്ലേ, ആ യൂണിറ്റിൽ നിന്നിട്ട് പല ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ പിന്നീട് പറയാം, കാരണം എല്ലാം കൂടി പറയുമ്പോഴത്തേക്കും ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ഇനിയുള്ള വീഡിയോകളിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാം. ഓരോ യൂണിറ്റ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഓരോ ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്. ഓക്കെ, എല്ലാവരും അപ്പോൾ കാണുക. ഓക്കെ, പഠിക്കുക, കാണുക. ഓക്കെ, ശരി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.